ഇരിട്ടിയിലെ പ്രശസ്തമായ കീഴൂർ മഹാദേവ ക്ഷേത്രത്തിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക മഹോത്സവം ഏപ്രിൽ 3 മുതൽ 11 വരെ വിശേഷ ചടങ്ങുകളോടെയും വൈവിധ്യമാർന്ന പരിപാടികളോടെയും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവീകരണ കലശം 1994 നടന്നത്. അതിനുശേഷം എല്ലാ വർഷവും മീനം 21 മുതൽ 28 വരെ ഉത്സവം, കൊടിയേറ്റ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 30ാമത്തെ വർഷമാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. സാധാരണയായി ഏപ്രിൽ 4 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കാറ്. 3-ാം തീയതി മുതലാണ് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. 3-ാം തീയതി ഒരു പൊതു ശുദ്ധിയും തുടർന്നുള്ള ദിവസങ്ങളിൽ 4-ാം തീയതി കൊടിയേറ്റമാണ് നടത്താറുള്ളത്. ഈ പ്രാവശ്യം സാധാരണത്തിൽ വിപരീതമായിട്ട് 3-ാം തീയതിയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കലവറ നിറക്കൽ പരിപാടി നടക്കുന്നത്. 3-ാം തീയതി കലവറ നടക്കൽ, അതോടുകൂടി 4-ാം തീയതി കൊടിയേറ്റമാണ്. കൊടിയേറ്റത്തിന് മുമ്പായിട്ട് ഒരു ചെറിയ സാംസ്കാരിക സമ്മേളനം എന്ന രീതിയിൽ ക്ഷേത്ര കാര്യങ്ങൾ ഭക്തജനങ്ങളെ അറിയിക്കുന്നതിനായിട്ടൊരു യോഗമുണ്ട്. അതിനുശേഷം കൊടിയേറ്റ് കഴിഞ്ഞാൽ കൊടിയേറ്റത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടിയേറ്റ പായസ വിതരണം, തുടർന്ന് ക്ഷേത്രത്തിലുള്ള മറ്റു ചടങ്ങുകൾ. ആ ചടങ്ങുകൾ കഴിഞ്ഞാൽ 5-ാം തീയതി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ 5 മണി മുതൽ തന്നെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ച് വൈകുന്നേര സമയത്ത് ഒരു ആധ്യാത്മിക പ്രഭാഷണം ഉണ്ണികൃഷ്ണ വാര്യർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തുടർന്ന് 6-ാം തീയതി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ, വിവിധ തരത്തിലുള്ള പരിപാടികൾ, പ്രാദേശിക പരിപാടികളും, അതോടുകൂടി ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് കടാക്കോട് മാർക്കവും മക്കളും എന്ന സംഗീത നാടകം ഏപ്രിൽ 3 ബുധനാഴ്ച ശുദ്ധിക്രിയകൾ നടക്കും. 3 വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര നേരമ്പോക്കിലെ ആൽത്തറ പരിസരത്തു നിന്നും ആരംഭിക്കും. 4 വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആചാര്യവരണം, മുളയിടൽ എന്നിവയ്ക്ക് ശേഷം 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ഭുവനാസൻ വാഴുന്നവർ അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ക്ഷേത്രസമിതി വൈസ് പ്രസിഡന്റ് എം പ്രതാപനും കുടുംബവും ഒരു നിർധന കുടുംബത്തിന് നൽകുന്ന വീട് വെക്കാൻ ആവശ്യമായ ഭൂമിയുടെ രേഖ നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത മുഖാന്തരം കുടുംബത്തിന് കൈമാറും. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും. തുടർന്ന് 8 മണിക്ക് ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടക്കും. വിലങ്ങര ഇല്ലത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആചാര്യന്മാർ കൊടിയേറ്റ് നിർവഹിക്കും. ചെറുതാഴം ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിൻ്റെ കൊടിയേറ്റ വാദ്യം, തുടർന്ന് കൊടിയേറ്റ പായസ വിതരണം എന്നിവയും നടക്കും. 5-ന് രാവിലെ ക്ഷേത്രം മേൽശാന്തിക്കും കുടുംബത്തിന് താമസിക്കാനായി നിർമ്മിച്ച ശാന്തി മഠത്തിൻ്റെ പാലുകാച്ചൽ കർമ്മം നടക്കും. 10:30 ഭഗവതി സ്ഥാനത്ത് പ്രതിമാസ വിശേഷ പൂജയും വഴിപാട് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, വൈകുന്നേരം 6:30 ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സ്ഥാനത്ത് ഗുരുതി അർപ്പണം, 7 മണിക്ക് ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാന്നൂരിൻ്റെ ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് 8 മണിക്ക് തായമ്പക, 6-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, വൈകുന്നേരം 5:30 പയ്യന്നൂർ നവനീതി നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, രാത്രി 9-ന് കലാമണ്ഡലം നയന അവതരിപ്പിക്കുന്ന രാമചരിതമാനസം ഓട്ടംതുള്ളൽ, 7-ന് രാവിലെ പ്രതിമാസം നടക്കുന്ന മൃത്യുഞ്ജയ ഹോമം, വൈകുന്നേരം 5 മണിക്ക് ശിവപ്രസാദ് മനോളിത്തായിയുടെ തിടമ്പ് നൃത്തം, 9 മണിക്ക് കണ്ണൂർ നടനകലാക്ഷേത്രത്തിൻ്റെ പ്രശസ്തമായ നൃത്തനാടകം കടാങ്കോട്ടുമാക്കം, 8-ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന മാതൃസമ്മേളനത്തിൽ CK ലളിത ടീച്ചർ പ്രഭാഷണം നടത്തും. മാതൃസമിതി പ്രസിഡന്റ് പത്മാക്ഷി രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 5 മണിക്ക് കേളികൊട്ടിനും മേള പ്രദർശനത്തിനു ശേഷം കാസർഗോഡ് ശ്രീനിധി നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, തുടർന്ന് തായമ്പക,
15 വയസ്സ് താഴെയുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന പ്രാദേശിക കലാപരിപാടികൾ എന്നിവ നടക്കും. 9 രാവിലെ 7:30 പറയെടുപ്പോടുകൂടിയുള്ള ഉത്സവബലി. ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്. വൈകുന്നേരം 5 മണിക്ക് മോതിരം വെച്ച് തൊഴൽ. ആലച്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ തിറന്നുനൃത്തം. രാത്രി 9 15 വയസ്സിന് മുകളിലുള്ളവർ അവതരിപ്പിക്കുന്ന പ്രാദേശിക പരിപാടികൾ. 10 ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്. വൈകുന്നേരം 5 മണിക്ക് മോതിരം വെച്ച് തൊഴൽ. ബദിരിമന കേശവൻ നമ്പൂതിരിയുടെ തിടമ്പ് നൃത്തം, തായമ്പക എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പാണ്ടിമേള സഹിതമുള്ള പള്ളിവേട്ട തിരിച്ചെത്തിയ ശേഷം കരിമരുന്ന് പ്രയോഗം, തുടർന്ന് പള്ളിക്കുറുപ്പ്. ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ 11 വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പള്ളിയുണർത്തൽ, കണി കാണിക്കൽ, യാത്രാഹോമം, ക്ഷേത്രക്കടവായ ബാവലിപ്പുഴയിൽ ആറാട്ട് തിരിച്ചെഴുന്നള്ളത്തിന് ശേഷം കൊടിയിറക്കൽ, കലശാഭിഷേകം, ഉച്ചപൂജ. തുടർന്ന് 1 മണിയോടെ നടക്കുന്ന സമൂഹ സദ്യയുടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ഭൂരാസൻ വാഴുന്നവർ, വൈസ് പ്രസിഡന്റ് എം പ്രതാപൻ, സെക്രട്ടറി കെ ഇ നാരായണൻ, ജോയിന്റ് സെക്രട്ടറി ഹരീന്ദ്രൻ പുതുശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നാടിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അംഗീകാരം എന്ന നിലയിലുള്ള ഒരു പ്രോത്സാഹനം, ഒരു ട്രോഫി, മെമ്മന്റോ അതൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളും വൈകുന്നേരം അന്നദാനം. നിരവധി ഭക്തന്മാരാണ് അന്നദാനത്തിന് വേണ്ടി നമ്മുടെ സ്പോൺസറായിട്ട് നമ്മൾ സമീപിച്ചിട്ടുള്ളത്. അതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ മേൽശാന്തിക്ക് താമസിക്കാനുള്ള ശാന്തി മഠത്തിൻ്റെ പാലുകാച്ച് കർമ്മം 5-ാം തീയതി നടത്തിയാണ്. അതും ഈ പ്രാവശ്യത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയാണ്. അത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ മഹാദേവ ക്ഷേത്രം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാണ് പ്രതിഷ്ഠിച്ചത് പോലും അറിയാതെ അത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം ഇന്ന് പുരോഗതിയുടെ പാതയിൽ മുഴുവനായി തന്നെ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് മഹാദേവൻ വിരാജിക്കുകയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ചെറിയ കാലം കൊണ്ട് ഇത്രമാത്രം പുരോഗമിച്ച വിരളിൽ ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പീരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. നാട്ടിലെ പൊതുജന സമൂഹത്തിൻ്റെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഈ ഒരു ക്ഷേത്രം ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ എല്ലാവരുടെയും അകമ്പടിക്കുന്ന പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ സ്മരിച്ചുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടുമാണ് നമ്മൾ ഈ വർഷത്തിലേക്കുള്ള ഉത്സവത്തിലേക്ക് കടന്നത്. ക്ഷേത്രങ്ങൾ ആധ്യാത്മിക കേന്ദ്രങ്ങളാണ്. അതേ അവസരത്തിൽ മാനവികമായ പ്രവർത്തനങ്ങൾക്ക് അവ ഹേതുവാകുമ്പോൾ നമ്മുടെ ഈശ്വര ആരാധന പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നാണ് നമ്മളൊക്കെ വിശ്വാസം. അത്തരം പ്രവർത്തനങ്ങളിൽ പീരൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സമിതി കുറച്ച് കാലങ്ങളായി നടത്തി വരുന്നുണ്ട്. സേവാപർവം എന്ന പേരിൽ ക്ഷേത്ര സമിതിയിലെ അംഗങ്ങൾ സ്വരൂപിക്കുന്ന ചെറിയ ചെറിയ ധനം കൊണ്ട് നിർദ്ധരായ രോഗികളായ വിദ്യാഭ്യാസത്തിന് ചിലവ് മതിയാവാത്ത കുടുംബങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന വലിയ പ്രവൃത്തി നാം ചെയ്തു വരികയാണ്. ഇനിയും പൊതുജന സമൂഹത്തിനും ഇതിലേക്ക് പങ്കാളിത്തം വഹിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.